ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഒരാൾ അമേരിക്ക തലയ്ക്ക് വിലയിട്ട് 5 കൊല്ലം ജയിലിലിട്ടയാൾ അൽ ഖ്വയ്ദയുടെ സിറിയൻ അനുബന്ധ ഗ്രൂപ്പ് അൽ നുസ്ര ഫ്രണ്ടിന്റെ തലവൻ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു കാലത്ത് ശത്രുപട്ടികയിലായിരുന്ന അഹമ്മദ് അൽ ഷറായ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കൈകൊടുത്തതാണ് ലോകം അടുത്തിടെ ശ്രദ്ധിച്ച സുപ്രധാന നയതന്ത്ര നീക്കങ്ങളിലൊന്ന്. ഇതോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു നയതന്ത്ര നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ ഒരു മന്ത്രിതല ചർച്ച നടത്തി. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചതിന് നന്ദി പറയുന്നതിനൊപ്പവും ഭാവിയിലും താലിബാൻ സർക്കാരുമായി സഹകരണം ഉണ്ടാകുമെന്ന ഉറപ്പുകൂടിയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കുവച്ചത്. ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്ന അമേരിക്കയും ഇന്ത്യയും ഭീകരബന്ധമുള്ള സർക്കാരുകളുമായി പുലർത്തുന്ന നയതന്ത്ര ബന്ധം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ താലിബാനുമായി ഇന്ത്യ സഹകരിക്കുകയോ എന്ന ആശ്ചര്യത്തിന് ഇവിടെ സ്ഥാനമില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ലോകരാഷ്ട്രീയത്തിൻ്റെ രസതന്ത്രം രൂപപ്പെടുന്നത്. ഒരിക്കൽ ഭീകര പ്രസ്ഥാനമായിരുന്ന താലിബാനെ എന്നേക്കും അങ്ങനെ തന്നെ കാണണമെന്ന ശാഠ്യം നല്ല നയതന്ത്രമല്ല തന്നെ. വിശാലമായ വ്യാപാര ഭൗമ രാഷ്ട്രീയ സാധ്യതകളാണ് ഈ നയമാറ്റങ്ങൾക്കെല്ലാം പിന്നിൽ. ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. സിറിയയുടെ കാര്യത്തിൽ അമേരിക്കയും അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യയും നടപ്പാക്കുന്നതാണ് കൃത്യമായ വിദേശബന്ധമെന്നാണ് അന്തർദേശീയ രാഷ്ട്രീയം വിലയിരുത്തുന്നവർ അഭിപ്രായപ്പെടുന്നത്. ആഭ്യന്തര രാഷ്ട്രീയത്തിനും ഭൂതകാല നിലപാടുകൾക്കും അപ്പുറം രാജ്യ താൽപര്യം മാത്രം കണക്കിലെടുത്താകണം വിദേശബന്ധമെന്നതാണ് അതിനു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സൗദിയും തുർക്കിയും തമ്മിലുള്ള ഉന്നതതല ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഒരിക്കൽ ഭീകരനായി മുദ്രകുത്തിയ അഹമ്മദ് അൽ ഷറായെ അംഗീകരിക്കുന്ന അമേരിക്കൻ നടപടി. സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന എല്ലാ ഉപരോധങ്ങളും നീക്കി. അറബ് രാഷ്ട്രങ്ങളുമായുള്ള സുഗമമായ വ്യാപാര താൽപര്യങ്ങളും വിപണിയും മാത്രമാണ് ട്രംപ് പരിഗണിച്ചത്. അവിടെ അഹമ്മദ് അൽ ഷറായുടെ ഭൂതകാലം അമേരിക്ക കണക്കിലെടുത്തതേയില്ല. ഇതേ തലത്തിലാണ് അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളും. പാകിസ്ഥാനുമായുള്ള സംഘർഷം മധ്യേഷ്യയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങളെയും വ്യാപാരങ്ങളെയും പ്രതികൂലമായി ബാധിച്ചേക്കും. അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യക്ക് സഹായകമാകുന്ന ഘടകങ്ങളിൽ ഒന്നാകും. ഒപ്പം പാകിസ്ഥാനുമായി താലിബാൻ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉപയോഗപ്പെടുത്തുകയും ഇന്ത്യൻ ലക്ഷ്യമാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇന്നലെ ഭീകരർ, ഇന്ന് സുഹൃത്തുക്കൾ എന്നതാണ് സ്ഥിതി. മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ സിറിയയ്ക്കെതിരായ ദീർഘകാല ഉപരോധങ്ങൾ ട്രംപ് പിൻവലിച്ചു. സിറിയയ്ക്ക് നല്ല കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയമാണ് എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. 25 വർഷത്തിന് ശേഷം സിറിയൻ പ്രസിഡന്റ് US പ്രസിഡന്റ് കൂടിക്കാഴ്ച നടന്നു. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായെ ട്രംപ് വിശേഷിപ്പിച്ചത് ശക്തനായ പോരാളി എന്നാണ്. ഒരു കാലത്ത് ജയിലിലടച്ചു, പിന്നീട് കൈകൊടുത്തു എന്നതാണ് സ്ഥിതി. അഹമ്മദ് അൽ ഷറ നേരത്തെ അറിയപ്പെട്ടിരുന്നത് അബു മുഹമ്മദ് അൽ ഗോലാനി എന്ന പേരിലാണ്. ഇറാഖ് യുദ്ധത്തിനിടെ ഗോലാനിയുടെ തലയ്ക്ക് അമേരിക്ക $1 കോടി വിലയിട്ടു. അൽ ഖ്വയ്ദ ബന്ധത്തിന്റെ പേരിൽ ഗോലാനിയെ US സൈന്യം 2006 മുതൽ 2011 വരെ ജയിലിലടച്ചു. ബഷർ അൽ അസദിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി മോചിപ്പിച്ചു. അസദിനെതിരായ പോരാട്ടത്തിന് അൽ ഖ്വയ്ദ പിന്തുണയോടെ 2012 അൽ നുസ്ര ഫ്രണ്ട് രൂപീകരിച്ചു. സംഘടനയെ IS-നോട് ചേർക്കാനുള്ള അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ശ്രമം അഹമ്മദ് അൽ ഷറ ചെറുത്തു. 2016 അൽ ഷറ അൽ ഖ്വയ്ദ ബന്ധം വിച്ഛേദിച്ച് ഹയാത്ത് തഹരീർ അൽ ഷാം എന്ന സംഘടന രൂപീകരിച്ചു. ബഷർ അൽ അസദിനെ നാടുകടത്തി. 2025 ജനുവരിയിൽ സിറിയൻ പ്രസിഡന്റായി ചുമതലയേറ്റു. ഇനി ഇന്ത്യ താലിബാന് കൈകൊടുത്ത കാര്യമാണ്. ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി സഹകരണം ഉറപ്പാക്കാൻ ഇന്ത്യ തയ്യാറെടുത്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയും ഫോണിൽ സംസാരിച്ചു. പെഹൽഗാം ആക്രമണത്തെ അപലപിച്ച താലിബാൻ ഭരണകൂടത്തിന് ഇന്ത്യ നന്ദി അറിയിച്ചു. ഇന്ത്യൻ മിസൈൽ അഫ്ഗാനിസ്ഥാനിൽ പതിച്ചെന്ന പാക് വാദം തള്ളിയതിനും ഇന്ത്യ താലിബാന് നന്ദി പറഞ്ഞു. 2021 അഫ്ഗാൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം മന്ത്രിതലത്തിൽ ഇന്ത്യ താലിബാനെ ബന്ധപ്പെട്ടത് ഇതാദ്യമാണ്. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥ തലത്തിൽ താലിബാനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. വികസനത്തിനും ക്ഷേമത്തിനുമായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന സന്ദേശം പങ്കുവച്ചു. ഇന്ത്യ ഇതുവരെയും താലിബാനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. വ്യാപാര ബന്ധം സജീവമാണ്. താലിബാൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ എംബസി പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. അപ്പോഴും ഇന്ത്യയുടെ നിക്ഷേപങ്ങളെ നോക്കി നടത്തിപ്പിക്കാനായി സാങ്കേതിക സംഘം അഫ്ഗാനിസ്ഥാനിൽ തുടർന്നിരുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ദുബായിൽ വെച്ച് താലിബാൻ വിദേശകാര്യമന്ത്രിയെ കണ്ടിരുന്നു. അട്ടാരി അതിർത്തി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ എത്തിക്കുന്നതിനായും തുറന്നു നൽകി. ഇതാണ് സ്ഥിതി. സനീഷ്, ഈ രണ്ട് കാര്യങ്ങളും ലോകം മുഴുവൻ കൗതുകത്തോടെ നിരീക്ഷിക്കുന്ന സംഗതി തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ശക്തമായി എതിർത്തിരുന്ന സംഘം മാത്രമല്ല, ഭീകരവാദികൾ എന്ന് തീരുമാനിച്ചുറപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നവരുമായി സൗഹൃദത്തിലേർപ്പെടാൻ ഒരു സമയത്ത്
ഒരേ സമയം അമേരിക്ക ഒരു വശത്ത് സിറിയയുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നു, ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായും ഏർപ്പെടുന്നു. ഇതിനെങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ വളരെ വലിയ കൗതുകമുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. കാരണം നമ്മുടെ ഒരു ദീർഘകാലം നമ്മൾ ഈ ഭീകരവാദത്തിനെതിരെയുള്ള സമരം അല്ലെങ്കിൽ യുദ്ധം എന്നത് അതിൻ്റെ വാർത്തകൾ ലോകവ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. ഭീകരവാദികളുടെ അതിക്രമങ്ങൾ എത്രത്തോളം ഭീകരമാണ് എന്ന് നമ്മൾ നേർക്കുനേർ നിന്ന് കണ്ടതാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ ദിവസം ഒരു സീരീസ് വന്നിട്ടുണ്ട്, 3 എപ്പിസോഡ് മാത്രമുള്ള ഒരു സീരീസ്, ഡോക്യുമെൻ്ററി സീരീസ്, ഒസാമ ബിൻ ലാദൻ, അമേരിക്കൻ മാൻ ഹണ്ട് ഒസാമ ബിൻ ലാദൻ എന്താണ് അതിൻ്റെ പേര്. 3 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം വളരെ കൗതുകത്തോടെ ഇരുന്ന് കണ്ടു. തീർച്ചയായിട്ടും കണ്ടപ്പോൾ പിന്നെ നിർത്താൻ പറ്റാതെ ഇരുന്ന് കാണുകയായിരുന്നു. അപ്പോൾ അത് ആ കാലത്തിൻ്റെ ഓർമ്മകളെല്ലാം മുന്നിലേക്ക് വരികയാണ്. തുടങ്ങുന്നത് തന്നെയും ഈ വിമാനാക്രമണം, പെൻറ്റഗണ് നേരെയും മറ്റും ഉണ്ടായിരിക്കുന്ന ട്വിൻ ടവറിന് നേരെ ഉണ്ടായിരുന്ന വിമാനാക്രമണം കാണിച്ചിട്ട് ആണ്. പിന്നീട് അബോട്ടാബാദിൽ ചെന്നിട്ട് ഈ ഒളിയിടത്തിൽ ചെന്ന് ഇദ്ദേഹത്തെ ഒസാമ ബിൻ ലാദനെ കൊന്നുകളയുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് 3 എപ്പിസോഡായിട്ട് തിരിയുന്നത്. അപ്പോൾ പല കാര്യങ്ങൾ അത് കൗതുകം ഉണ്ടാക്കി. കാരണം ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ, സക്സസ്ഫുള്ളി ആയിട്ടുള്ളൊരു ഭീകരനായിരുന്നു ഒസാമ ബിൻ ലാദനെങ്കിൽ, ജീവിതം നീട്ടിയെടുക്കാൻ അയാൾക്ക് പറ്റിയിരുന്നെങ്കിൽ, അമേരിക്കയ്ക്ക് ഇത്ര വലിയ രോഷം ഉണ്ടായിട്ട് ചെന്ന് തീർത്ത് കളഞ്ഞില്ലെങ്കിൽ ഒസാമ ബിൻ ലാദൻ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരുന്നിട്ട് ഈ പറയുന്ന ട്രംപ് പോലുള്ള ഇക്കാലത്തെ ആളുകൾ ചെന്ന് ചർച്ച നടത്തിയേനെ എന്നൊരു തോന്നലുണ്ടാകും. രണ്ടാമത്തെ കൗതുകം, ഈ സമീപകാലത്ത് പെഹൽഗാമിനും ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ അങ്ങോട്ട് ചെന്നാണല്ലോ പാകിസ്ഥാൻ ഇടിച്ചത്. അപ്പോൾ അമേരിക്ക അബോട്ടാബാദിലേക്ക് പോകുന്നത് ഇവിടെ അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. ആ ബോർഡർ കടന്നു പോകുന്ന സീനൊക്കെ അതിഗംഭീരമായിട്ട് എടുത്തിരിക്കുന്നു. നമ്മൾ ഇവർ പാകിസ്ഥാനെ അറിയിക്കാതെ അവിടെ ചെന്ന് ഈ മിഷൻ തീർത്ത് തിരിച്ചു പറക്കുകയാണ്. തിരിച്ചു പറക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാളം ഇവരുടെ പിന്നാലെ ആകാശത്തൂടെ പിന്തുടരുന്നുണ്ട്. അങ്ങനെയൊക്കെ വളരെ രസകരമായിട്ട് കാര്യമാണ്. അത് കണ്ടാൽ മതി. പക്ഷേ ഞാനത് കൂടുതൽ പറയുന്നില്ല. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധം എത്രമേൽ ശക്തമായിരുന്നു എന്ന ഓർമ്മ നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ അതിനകത്ത് ഒസാമ ബിൻ ലാദൻ ഒരുപക്ഷെ ഇങ്ങനെ ആയിപ്പോയെന്ന തോന്നൽ നമുക്കുണ്ടാകും. ഇപ്പോൾ മുഹമ്മദ് അൽ ഷരായും ഈ താലിബാനും തമ്മിലുള്ള വ്യത്യാസം ചിലതുണ്ട്. കാരണം ഷരാ ഈ മറ്റൊരു കാര്യം ഈ ഡോക്യുമെൻ്ററിക്കകത്തുള്ളത്, അതിനകത്ത് അബു ഗാരിബ് ജയിലിനെ പറ്റിയിട്ട് കുറഞ്ഞൊരു നേരം ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഈ അബു ഗാരിബ് ജയിലിൽ കിടന്നയാളാണ് മുഹമ്മദ് ഷരാ. ജോലാനി എന്ന പേരായിട്ട് ഇയാൾ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് അയാൾ സിറിയയുടെ താൽക്കാലിക പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അയാളും താലിബാനും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായിട്ടുള്ളത്, അയാൾ ഈ തീവ്രവാദ പ്രവർത്തനം മാറിയിട്ട് സിവിലിയൻ ആളായിട്ട് നിന്ന് പ്രസിഡൻ്റായിട്ട് ഈ സിറിയയെ നയിക്കാൻ പോവുകയാണെന്ന് തോന്നലുണ്ടാകുമ്പോൾ അയാൾ അവിടെ കൊണ്ടുവരുന്നൊരു കാര്യം സ്ത്രീകളുടെ ഉന്നമനത്തിന്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് മുൻകൈ എടുക്കുന്നു എന്നതാണ്. മാത്രമല്ല സിറിയയിലെ ന്യൂനപക്ഷങ്ങളെ ആകെ ചേർത്ത് നിർത്തും. സിറിയ ഒരു ബഹുസ്വര സമൂഹമാണ്, അത് ഞങ്ങളുടെ പ്രൗഡാണ്, ഞങ്ങളുടെ അഭിമാനമാണ്, അതാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്ന ആളാണ് ഈ ചങ്ങാതി. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ട്രംപ് അങ്ങോട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു ലോജിക്കുണ്ട്. പക്ഷേ താലിബാനാണെങ്കിൽ ഈ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ച ഇതുവരെ ചെയ്തിട്ടില്ല. സ്ത്രീകൾക്ക് അവിടെ പുറത്തിറങ്ങാൻ വയ്യ. അപ്പോൾ ഈ തരത്തിൽ പലതരത്തിൽ വ്യത്യാസമുള്ള സംഘങ്ങളാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തുക എന്നൊന്നും നമുക്ക് സാധ്യമേ അല്ല. ഇത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായുള്ള നിരീക്ഷണം ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് പവർ എന്നതാണ് പ്രധാനം, അധികാരം എന്താണ് പ്രധാനം. നിങ്ങൾ എത്ര വലിയ തീവ്രവാദ സംഘമായിക്കോട്ടെ, നിങ്ങളൊരു രാജ്യത്തിൻ്റെ പവറിലേക്ക് എത്തിയാൽ നിങ്ങളോട് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് സംസാരിച്ചേ പറ്റൂ. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവരുടെ പിന്നിലിരിക്കുന്ന ആ സംഘത്തോട് ഒരുപക്ഷെ രാജ്യത്ത് നേരത്തെ നിരോധിക്കപ്പെട്ട സംഘമാണ്. പക്ഷേ ഒരു രാജ്യം ഭരിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അധികാരം എന്നത്, രാഷ്ട്രീയ അധികാരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എത്ര വലിയ ഭീകരവാദ സംഘവും ഒരു രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നാൽ ഈ മറ്റു രാജ്യങ്ങൾക്കും മറ്റു സംവിധാനങ്ങൾക്കും ഇവരോട് സംസാരിച്ചേ പറ്റൂ എന്ന സൂചനയാണ്, എന്നതിനുള്ള തെളിവായിട്ടാണ് നമ്മൾ ഈ ലോക സാഹചര്യത്തെ കാണേണ്ടത്. അത് സിറിയയിലാണെങ്കിലും അങ്ങനെയാണ്, താലിബാനുമായിട്ടും ആണെങ്കിലും അങ്ങനെയാണ്. താലിബാനുമായിട്ട് ഇന്ത്യ തുറക്കുന്ന ഈ നയതന്ത്ര വർത്തമാനങ്ങൾ വളരെ ആവശ്യമായിട്ടുള്ളതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട രാജ്യമാണ്. നമ്മുടെ പല സംവിധാനങ്ങളും അവിടെയുണ്ട്. എന്ന് മാത്രമല്ല പാകിസ്ഥാൻ അപ്പുറത്ത് നമ്മളെ തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ അവർക്ക് വിട്ടുകൊടുക്കരുത്. അവിടെ ആര് ഭരിച്ചാലും, ഇനി താലിബാനേക്കാൾ വലിയ തീവ്രവാദികൾ ഭരിച്ചാലും അവരോട് ഏതെങ്കിലും വിധത്തിലുള്ള സംസാരം നടത്തണം എന്നതാണ് നമുക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും. പക്ഷേ ഒരേ സമയം അത് ഏറെ സാഹസികത നിറഞ്ഞ ഒരു നീക്കം തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അതുതന്നെയാണ് അനിവാര്യം, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം പലതരത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ശ്രീലങ്കയിൽ ചൈന വളരെ സൂക്ഷ്മമായി കൃത്യമായി ഇടപെടുന്നു. അവിടുത്തെ സർക്കാരും ചൈനയോട് വളരെ ഉദാരമായ സൗഹാർദ്ദപരമായ സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് ചൈനയുമായി അടുക്കുന്നു എന്നത് മാത്രമല്ല, പലതരത്തിലും പാകിസ്ഥാൻ്റെ സമീപനങ്ങളോട് ഏതാണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് സംശയിക്കത്തക്ക സാഹചര്യം നിലവിലുണ്ട്. അപ്പുറത്ത് നേപ്പാളിൻ്റെ കാര്യം എടുത്താൽ ചൈന വളരെ കൃത്യമായി നേപ്പാളിൽ ഇടപെടുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം
അതായത് ഏതെങ്കിലും ഒരു തട്ടത്തിൽ ഇപ്പോൾ ശത്രുരാജ്യം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങൾ പലതരത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന സ്ഥിതി ഉള്ളപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ തന്ത്രപരമായ ഒരു സമീപനം ഈ കാര്യത്തിൽ സ്വീകരിച്ചാൽ മതിയാവും. മാത്രമല്ല ചരിത്രപരമായ ബന്ധം അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്കുണ്ട്. അത് കുറേ കൂടി മുമ്പായിരുന്നെങ്കിൽ അതിനേക്കാൾ ദൃഢമായ ഒരു ബന്ധം, അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു കാലം ഒക്കെ എടുത്താൽ ആ സമയത്ത് അന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം സോവിയറ്റ് യൂണിയനുമായി അത്രയും അടുത്ത് നിന്നിരുന്ന ഭരണകൂടമാണ്. ഇന്ത്യക്കും വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അതിനുശേഷം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം മൊത്തം ഈ സമവാക്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുന്നു, അവരുടെ ഭരണകൂടം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ ഏതാണ്ട് പൂർണ്ണമായും താലിബാനെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ അതിനുശേഷം അവിടെ ജനാധിപത്യ സർക്കാർ വരുമ്പോൾ അവിടെ കൃത്യമായി ഈ ചൈനയെയും പാകിസ്ഥാനെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഇടപെടൽ ഇന്ത്യ ആ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് താലിബാൻ്റെ ഒരു സമീപനം എന്തായിരിക്കുമെന്നുള്ള സംശയത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ പാകിസ്ഥാനുമായി താലിബാൻ ശത്രുതയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യക്ക് അവിടെ അടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. പിന്നെ ട്രംപിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും ഈ അമേരിക്കയുടെ ചരിത്രം എടുത്തു വെച്ചാൽ നമ്മൾ പല ആവർത്തി മുമ്പും പറഞ്ഞതാണ്, പല യുദ്ധങ്ങളും പല രാജ്യങ്ങളെയും ഭീകര രാഷ്ട്രങ്ങളാക്കിയത് അമേരിക്കയാണ്. അങ്ങനെ ബ്രാൻഡ് ചെയ്ത് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ലിബിയയിലായാലും ഇറാഖിലായാലും ഒക്കെ ഈ കുഴപ്പം ഒപ്പിച്ചിരുന്നത് ഈ അമേരിക്കൻ ഭരണകൂടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇത് പറയുന്നുണ്ട് കേട്ടോ. അതായത് അതിനകത്ത് CIA-യുടെ ഒരു ഏജന്റായിട്ടുള്ള സ്ത്രീ, CIA-യുടെ ഒരു ഉദ്യോഗസ്ഥയുടെ സ്ത്രീ, പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, അതിനകത്ത് ക്യാരക്ടർ മീൻസ് അവർ ഉള്ള ആളാണ്. അവർ പറയുന്നുണ്ട്, അതായത് ഞങ്ങൾ ഈ ഒസാമ ബിൻ ലാദനാണെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അയാളുടെ ഹിസ്റ്ററിയെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ നിന്നിരുന്ന ആളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യായിരുന്ന ആളാണ് പിന്നീട് ഞങ്ങൾക്കെതിരായിട്ട് മാറിയത് എന്നത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്ക പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നീട് ഒരു ഘട്ടത്തിൽ തിരിച്ചടിയായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ തീവ്രമായി മത ഭീകരവാദം എന്ന നിലയിലേക്ക് അത് മാറുമ്പോഴാണല്ലോ അത് ഈ കോൺഫ്ലിക്റ്റ് പിന്നെ അത് വേറൊരു തലത്തിലേക്ക് വളരുന്നത്. എന്തായാലും ഈ ആഗോള സമവാക്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് അതിൻ്റെ പ്രകടമായ ഉദാഹരണം. ഒരിക്കലും അടുക്കില്ല എന്ന് കരുതുന്നത് തമ്മിൽ ചേരുന്നതിൻ്റെ കാഴ്ച അങ്ങനെ കൗതുകകരമായ ചില സംഗതികൾ കൂടി സംഭവിക്കുന്നു എന്നുള്ളതാണ്. മൂർത്തമായ സാഹചര്യങ്ങൾക്ക് മൂർത്തമായ ഉത്തരങ്ങൾ എന്നത് ഒരു മാർക്സിയൻ വിശകലന രീതിയാണ്. ഈ സന്ദർഭത്തിലും അത് ചേരുമെന്ന് തോന്നുന്നു. രാഷ്ട്രതന്ത്രജ്ഞതയുടെ വ്യവഹാര ശൈലി എക്കാലത്തും പാറ പോലെ ഉറച്ച് സ്ഥായിയായതല്ല. ഒരിക്കൽ കടുത്ത നിലപാട് സ്വീകരിച്ച ഒരു രാജ്യത്തോടോ സംഘടനയോടോ പിന്നെ ഒരിക്കലും മൃദുവായ സമീപനം പാടില്ല എന്നത് നയതന്ത്രത്തിൻ്റെ രീതിയല്ല. പുതുക്കപ്പെടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പുനഃസംവാദങ്ങൾ സാധ്യമാകണം. മാറുന്ന കാഴ്ചപ്പാടുകൾ പ്രകാരം പുതിയ ബന്ധങ്ങൾ മനുഷ്യർക്ക് സാധ്യമാണെങ്കിൽ അത് രാഷ്ട്രങ്ങൾ തമ്മിലുമാകാം. അതിനർത്ഥം ചരിത്രത്തോടും വർത്തമാനത്തോടും പുറംതിരിഞ്ഞു നിൽക്കണം എന്നുമല്ല. താലിബാൻ ഭരണകൂടം ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് യോജിക്കാനാകാത്ത ജനാധിപത്യ വിരുദ്ധ നയസമീപനങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ അതിനോട് വിയോജിക്കാനും യോജിപ്പുകൾക്കിടയിൽ തന്നെ ഇടമുണ്ടാകണം. ചരിത്രത്തിലേക്ക് മടങ്ങാനും താലിബാനും തോന്നാതിരിക്കട്ടെ. നിലവിലെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ അതിനവരെ അനുവദിക്കാതിരിക്കട്ടെ. RDX ഒരു ഇടവേളയിലേക്ക്.